നിങ്ങളെല്ലാവരും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് കാണാൻ പറ്റിയത് സന്തോഷം. ആശിഷ് പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് ഒരു മീറ്റിങ്ങിന് വരിക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതും ഒരു അപ്പോളജറ്റിക്സ് മീറ്റിങ്ങിന് വരുന്നത് വന്നിരുന്ന് കേൾക്കുക എന്നുള്ളത് അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഞങ്ങൾക്ക് ഓൺലൈൻ വഴി പരിചയമുള്ള ചില മുഖങ്ങൾ കാണാൻ സാധിച്ചതും ഒരു സന്തോഷമാണ്. ആക്ട് ഫോർ ക്രൈസ്റ്റും ചർച്ച് ആൻഡ് സയൻസും ഒക്കെ റൺ ചെയ്യുന്ന ടീം മെമ്പേഴ്സിനൊക്കെ കാണാൻ സാധിച്ചുള്ള സന്തോഷമാണ്. അപ്പം അധികം സമയം കളയാതെ എൻ്റെ സെഷനിലേക്ക് നമുക്ക് നീങ്ങാം. ടോപ്പിക് ബൈബിൾ ബേസ്ഡ് ഓർ ബോഗസ്. ഈ ബേസ്ഡ് എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ വളരെയധികം നമ്മൾ കേട്ട് വരുന്നൊരു വാക്കാണ് അല്ലേ. സമ്മൺ ഇസ് ബേസ്ഡ്. ഒരാൾ ഒരു പൊളിറ്റിക്കൽ അഭിപ്രായം പറയും, വ്യൂ പറയും ബേസ്ഡ്. അതിന് മുമ്പ് ഒരു ഹാഷ്ടാഗ് ഇട്ടിട്ട് പറയും ബേസ്ഡ്. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പൊളിയായിട്ടുള്ള നമ്മുടെ കൊളക്കിൽ പറഞ്ഞാൽ പൊളിയായിട്ടുള്ളൊരു കാര്യം പറഞ്ഞത് എന്നുവെച്ചാൽ റെലവൻസ് ഉള്ള അല്ലെങ്കിൽ പ്രസക്തിയുള്ള എന്നൊക്കെ പല രീതിയിൽ നമുക്ക് അർബൻ ഡിക്ഷണറിയിൽ വേണേൽ അതിനെ കാണാൻ സാധിക്കും. ഇപ്പോൾ ബൈബിളിനെ പൊതുവെ കാണുന്നത് ഇന്നത്തെ ഈ മോഡേൺ ലോകത്തുള്ള പഴങ്കഥകളായിട്ടാണ്. അതായത് ഇന്ന് നമുക്ക് പ്രസക്തിയില്ല, യാതൊരു രീതിയിൽ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പ്രസക്തമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു 21st സെഞ്ച്വറിയിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഇന്നത്തെ ടോക്കിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് ബൈബിൾ ഈസ് റെലവൻറ്റ്, ബൈബിൾ ഈസ് റിലയബിൾ. കൂടാതെ യു മസ്റ്റ് കൺസിഡർ ദ ബൈബിൾ. അതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന പോയിന്റ്. നിങ്ങളൊരു നിരീശ്വരവാദിയാണെങ്കിൽ ഇഫ് യു ഡോണ്ട് ഫോളോ ഓൺ ദ സെയിം ക്രിസ്ത്യൻ സ്പെക്ട്രം, I present to you that you should consider the Bible. ബൈബിളിന് മിനിമം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ തയ്യാറായിരിക്കണം. കൺസിഡർ ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ് എന്നായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ നോക്കുന്ന പോയിന്റ്, വൈ ആർഗ്യൂ ഇൻ ഫേവർ ഓഫ് ദ ബൈബിൾ. എന്തിന് ബൈബിളിനെ കുറിച്ച് പറയണം, എന്തിന് നിരീശ്വരവാദത്തെ കൗണ്ടർ ചെയ്യണം, എന്തിന് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയണം എന്നുള്ളത്. ആശിഷ് പറഞ്ഞൊരു വാക്കാണ് അപ്പോളജറ്റിക്സ്. ഞാൻ പറഞ്ഞില്ലേ അപ്പോളജറ്റിക്സ് സെഷൻ എന്നുള്ളത്. ഇത് ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ ഒരു ഫണ്ടമെന്റൽ ആസ്പെക്റ്റ് ആയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. വർഷങ്ങൾ പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി തുടങ്ങിയപ്പോൾ മുതൽ, ആദിമ നൂറ്റാണ്ടിൽ മുതൽ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കീ ആസ്പെക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോളജറ്റിക്സ് എന്നുള്ളത്. അപ്പം ഈ അപ്പോളജറ്റിക്സ് എന്നുള്ള വാക്ക് വരുന്നത് അപ്പോളോജിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഡിഫെൻസ്, കേസ് എന്നൊക്കെയാണ്. ഇപ്പം നിങ്ങൾ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുന്നു. ഇപ്പം നമുക്ക് AI ക്യാമറയൊക്കെ ഉണ്ടല്ലോ, അപ്പം ഫൈനൊക്കെ ചടപടം നടക്കുന്നത്. നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പെട്ടെന്ന് പോലീസുകാരെ നിർത്തി. നിങ്ങൾ ചോദിച്ചു എന്തിയേ, സീറ്റ് ബെൽറ്റ് എന്തിയേ? അപ്പം നിങ്ങൾ പറയും സാറേ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കാരണം പറയും. ഓക്കെ, പണ്ട് ലോക്ക്ഡൗൺ സമയത്ത് ഒരാളെ പിടിച്ച് പറഞ്ഞു ഞാൻ ഏത്തപ്പഴം വാങ്ങിക്കാൻ പോയതാണെന്നോ പഴം വാങ്ങിക്കാൻ പോയതാണെന്നോ എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ അർജൻറ്റായിട്ട് ആശുപത്രിയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പം പോലീസുകാരൻ ചോദിക്കും നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. അപ്പം നിങ്ങൾ പറഞ്ഞു സാറേ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, കാരണം ഞാൻ ആശുപത്രിയിൽ പോകുന്നു. അവിടെ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ ഒരു വിശദീകരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് പോലീസ് നിങ്ങളെ കുറ്റം ചുമത്താൻ പാടില്ല എന്നതിനൊരു റീസൺ കൊടുക്കുക. നിങ്ങളെ തന്നെ ഡിഫെൻഡ് ചെയ്യുകയാണ്. അതാണ് അപ്പോളജിയ. നമ്മളതിനെ അപ്പോളജിയ എന്നോ ഡിഫെൻസ് എന്നോ കേസ് എന്നോ അപ്പോളജറ്റിക്സ് എന്നൊന്നും വിളിക്കത്തില്ല നമ്മുടെ കാലത്ത് അല്ലേ. നമ്മൾ ന്യായീകരിച്ചു, പോയിന്റ് ക്ലിയർ ആക്കി, എക്സ്ക്യൂസ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷേ അതാണ് എസെൻഷ്യലി, അതാണ് നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും പലപ്പോഴും ചെയ്യുന്നതാണ്. ഇത് ടെക്നോ പാർക്ക് ക്രൗഡ് ആയതുകൊണ്ട് ഹോംവർക്ക് വെക്കാത്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ എത്രത്തോളം പ്രസക്തമാണെന്ന് അറിയത്തില്ല. പക്ഷേ നിങ്ങളുടെ ഓഫീസിൽ ചെല്ലുമ്പം EOD എനിക്ക് ഡെഡ് ലൈൻ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നിങ്ങളൊരു കാരണം പറയുന്നു, അപ്പം നിങ്ങൾ വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ പറയുന്നു. അതേപോലെ നമ്മളൊരു കാര്യത്തിൽ ആഴമായിട്ട് വിശ്വസിക്കുമ്പോൾ, നമ്മളൊരു കാര്യത്തിൽ ആഴമായിട്ട് നിലയുറച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതിനു വേണ്ടി നമ്മളൊരു ഡിഫൻസ് നൽകിയിരിക്കും അല്ലേ. നിങ്ങളൊരു കാര്യത്തിൽ നിഷ്കളങ്കയാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ കൈയും കിട്ടിയിരിക്കുമോ? ഇല്ല. നിങ്ങൾ പറയും ഇല്ല സാർ ഞാൻ നിഷ്കളങ്കയാണ് എന്ന് നിങ്ങൾ തുറന്ന് പറയും. പക്ഷെ നിങ്ങൾ ഇന്നസെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നസെൻ്റ് അല്ല എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അത്രയും ഡിഫൻസ് ചിലപ്പോൾ ചെയ്യുമോ? ചിലപ്പോൾ ചെയ്യത്തില്ലായിരിക്കും. നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു വിഷയത്തിൽ പെട്ടു. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട് പറഞ്ഞു എടാ നീ അത് ചെയ്തില്ലല്ലോ, നീ എന്തുകൊണ്ട് നിൻ്റെ മാനേജറിനോട് അത് പറഞ്ഞില്ല? അപ്പം പറയും അത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും ശരിക്കും നീ അത് ചെയ്തോ? അപ്പോൾ പറയും ഇല്ലില്ല ഞാൻ ചെയ്തില്ല. അപ്പോൾ ഉടനെ നമ്മൾ ചോദിക്കും നീ ചെയ്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് മാനേജറിൻ്റെ അടുത്ത് ഒരു നിലപാടെടുത്തില്ല, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് മാനേജറിൻ്റെ അടുത്ത് ഒരു സ്റ്റാൻസ് എടുത്തില്ല? അപ്പം അവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഈ പറയുന്ന ആൾ താൻ നിഷ്കളങ്കനാണെന്നുള്ള കാര്യത്തിൽ ഉറച്ച് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഡിഫൻസ് നടത്തിയേനെ, ഞാൻ നിഷ്കളങ്കനാണെന്ന് സ്വയം തെളിയിക്കാൻ ശ്രമിച്ചേനെ. അപ്പം നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന്, ദൈവമുണ്ടെന്ന്, കർത്താവ് രക്ഷിച്ചു എന്നുള്ള ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് എല്ലാം ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണോ അല്ലയോ എന്ന് അറിയുന്നതിൻ്റെ ഒരു ടെസ്റ്റ് നമ്മുടെ വിശ്വാസത്തെ ഒരാൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഉറച്ച നിലപാടോടെ സ്റ്റാൻസ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളൊരു പാസീവ് ബിലീവറായിട്ട് മാറും. നമ്മൾ അത്ര കാര്യമായിട്ട് വിശ്വസിക്കുന്നില്ല, ഞായറാഴ്ച പോകും,
പെസഹയ്ക്കും മറ്റിനൊക്കെ സഭയിൽ വരും, പക്ഷേ അത്ര ഉറച്ച് വിശ്വസിക്കുന്നില്ല. ഇഫ് യു റിയലി ബിലീവ് ഇറ്റ്, ഇഫ് യു ടേക്ക് എ റിയൽ സ്റ്റാൻസ് ഓൺ ഇറ്റ്, നിങ്ങൾ പബ്ലിക്കലി ഒരാൾ അതിനെ ചോദ്യം ചെയ്യും, ഒരു മറുപടി നൽകും. ഇനി എന്തുകൊണ്ട് അപ്പോളജറ്റിക്സിൽ ഇമ്പാക്റ്റ് ആണ്? 3 പോയിന്റ്സ് പെട്ടെന്ന് കാണിക്കാം. ഒന്ന്, നമ്മുടെ സമൂഹത്തെ ഇമ്പാക്ട് ചെയ്യാൻ അപ്പോളജറ്റിക്സിന് കഴിയും. അതായത് ഇന്ന് നിങ്ങളുടെ മാനേജറിന് മുന്നിൽ, മാനേജർ നിങ്ങളെ നോക്കി നിങ്ങളുടെ വിശ്വാസത്തെ താഴ്ത്തി കാണുന്നു, നിങ്ങളുടെ ക്രിസ്ത്യൻ ബിലീഫിനെ തള്ളിക്കളയുന്ന ഒരു സ്വഭാവത്തോടെ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാനേജറിന് അടുത്ത്, ഇല്ല സാർ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് 3 ആർഗ്യുമെന്റ്സ് നിങ്ങൾ നിരത്തുകയാണ്. അപ്പോൾ നിങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോൾ മാനേജറിന് തോന്നുകയാണ്, ഓക്കെ, ഞാൻ വിചാരിച്ച പോലെ അല്ല, ദൈവവിശ്വാസം എന്നുള്ളത് അന്ധമായ ഒരു കാര്യമല്ല, മറിച്ച് ഇതിൽ എന്തോ ഒരു കഴമ്പുണ്ടെന്ന് ആ മാനേജറിന് തോന്നിയാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ മാനേജറിനോട്, സാർ, ഞങ്ങൾ കുറച്ച് ഓഫീസുള്ള ക്രിസ്ത്യൻസ്, ഞങ്ങളൊരു ലഞ്ച് ടൈമിൽ ഞങ്ങളൊരു പ്രെയർ മീറ്റിങ്ങിന് പോകുന്നതാണ്. എനിക്ക് മെൽവിൻ ബ്രദർ പറഞ്ഞറിഞ്ഞത് ടെക്നോ പാർക്കിൽ അങ്ങനെ തേഴ്സ്ഡേസ് ലഞ്ച് ടൈമിൽ ഒരു പ്രെയർ ഗ്യാതറിംഗ് നടക്കുന്നുണ്ടെന്നാണ്. അപ്പം നിങ്ങളോട് മാനേജറിനോട് പറഞ്ഞു, ലഞ്ച് ടൈമിൽ ഞങ്ങളൊരു പ്രെയർ ഗ്യാതറിങ്ങിന് പോകുന്നു എന്ന് പറയുമ്പം ആ മാനേജർ കുറച്ചും കൂടി ലീനിയൻ്റ് ആയേക്കാം, അല്ലേ? ആ മാനേജർ ഓക്കെ, കുഴപ്പമില്ല, പൊക്കോളൂ എന്ന് പറഞ്ഞേക്കാം. അതിൽ മാറ്റം വരാൻ കാരണം എന്താണ്? നിങ്ങൾ ആ മാനേജറോട് നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് ആ വ്യക്തിയിലുണ്ടായ മനോഭാവത്തെ കൊണ്ടുവന്നൊരു വ്യത്യാസം, അല്ലേ? അതിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ വാൾപേപ്പർ, എൻ്റെ ലാപ്ടോപ്പിൻ്റെ വാൾപേപ്പർ അങ്ങനത്തെ ഒരു വാൾപേപ്പറാണ്, നിങ്ങളൊരു ക്രിസ്ത്യൻ സംബന്ധമായിട്ടൊരു വാൾപേപ്പർ ഇട്ടു. മുമ്പ് നിങ്ങളോട് വന്ന് ചുമ്മാ വാൾപേപ്പർ നോക്കി ഇതൊക്കെ മാറ്റി വെക്കടേ എന്ന് പറഞ്ഞിരുന്ന മാനേജർ ചിലപ്പോൾ അന്നേരം കാണുമ്പം ഇത് കൊള്ളാലോ എന്ന് ചോദിച്ചേക്കാം. ചാടി വീണ് എൻ്റെ ക്രിസ്തുവിലെ സഹോദര എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കത്തില്ലായിരിക്കാം, പക്ഷെ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ലീനിയൻസി. അത് വരാൻ കാരണം എന്താണ്? നിങ്ങൾ ആ വ്യക്തിയോട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധികാരികത, റെലവൻസ്, റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി നിങ്ങൾ മുന്നോട്ട് വെച്ചതുകൊണ്ടാണ്. അപ്പം നമ്മുടെ സമൂഹത്തെ ഇമ്പാക്ട് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് ചെയ്യാൻ സാധിക്കുന്ന കാര്യം വിശ്വാസികളെ ബലപ്പെടുത്താൻ. എന്നോടുള്ളൊന്ന് ചോദ്യം ചോദിക്കുന്നു, ഇപ്പം നമുക്കിന്ന് Q&A ഒക്കെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യത്തിന് നിങ്ങൾക്കൊരു ഉത്തരം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വിശ്വാസപരമായ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അത് ഏത് കാര്യമായിക്കൊള്ളട്ടെ. നമ്മുടെ ഇപ്പം നിങ്ങളുടെ കമ്പനിയിലുള്ള വിശ്വാസം, ഓക്കെ, നിങ്ങളുടെ കമ്പനിയിൽ ഫ്രോഡ് നടക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഇപ്പം നിങ്ങളുടെ CFO കണ്ട് ചോദിച്ചു, സാർ, ഇങ്ങനൊരു റൂമർ കേട്ടു, ഫ്രോഡ് നടക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് അതിങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കമ്പനിയുടെ വർക്കിലേക്ക് കമ്മിറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് കമ്പനിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കാൻ ഒരു ബുദ്ധിമുട്ട്, ലേറ്റ് നൈറ്റ് ഇരിക്കാൻ ഒരു മടി, ആകെ ഒരു അസ്വസ്ഥത, അത് ഫുള്ളി കമ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം നിങ്ങൾ CFO എന്ന് ചോദിക്കുന്നു, സാർ, ഇങ്ങനെ ഒരു റൂമർ കേട്ടു, നമ്മുടെ ഇടയിൽ ഇൻസൈഡ് ട്രേഡ് നടക്കുന്നു, അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രോഡ് നടക്കുന്നു. അപ്പം CFO നിങ്ങൾ ഇരുത്തി വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു, ഇല്ല ഇങ്ങനെയാണ് സംഭവം, ഇതിങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റി, അത് പിന്നെ ന്യൂസ് പേപ്പറിൽ പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ട് സത്യസന്ധമായിട്ടൊരു ഉത്തരം പറയുന്നത്. ആ ഉത്തരം കേട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വർക്ക് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമോ? ഇല്ല. നിങ്ങൾക്ക് പിന്നെ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ വിചാരിച്ച പോലെ അല്ല എന്ന് പറഞ്ഞ് കമ്പനിയിൽ കുറച്ചും കൂടി ക്ലാരിറ്റിയോടെ ഒന്ന് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ നിരാകരിക്കപ്പെടുമ്പോൾ, അത് ക്ലിയർ ആകുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ മുഴുകുവാൻ സാധിക്കും. അപ്പോൾ അപ്പോളജറ്റിക്സ് അങ്ങനെ വിശ്വാസികളെ, സഹവിശ്വാസികളെ, കൂട്ടുവിശ്വാസികളെ ബലപ്പെടുത്താൻ സാധിക്കും. മൂന്നാമത്, സ്പീക്സ് ടു അൺബിലീവേഴ്സ്. ഒരു അവിശ്വാസി, ഇന്ന് നമ്മൾ ചെയ്യുന്ന വർക്കിന് മെയിൻ ഫോക്കസ് അതാണ്. നമ്മളോടൊന്ന് പറയുന്നു, നിരീശ്വരവാദമാണ് റാഷണൽ, യുക്തിവാദികളാണ് യുക്തിവാദികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഒരാൾ ക്രിസ്തു ജീവിച്ചിരുന്നുവോ, ക്രിസ്തു ജീവിച്ചിരുന്നതിന് തെളിവുണ്ടോ, പഴയ നിയമം ചരിത്രപരമാണോ, പുതിയ നിയമം ചരിത്രപരമാണോ, ക്രിസ്തുവിനെ കുറിച്ചിരിക്കുന്ന രേഖകൾ, സുവിശേഷങ്ങൾ യഥാർത്ഥത്തെ ക്രിസ്തുവിന് ശിഷ്യന്മാർ എഴുതിയോ, അത് തിരുത്തപ്പെട്ടുവോ, ബൈബിൾ 365 ആദ്യമായിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ കുറേ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ച്, ഇതിൻ്റെ കാരണത്താലാണ് ഞാൻ ക്രിസ്തുവിലേക്ക് വരാത്തത്, ഇതിൻ്റെ കാരണത്താലാണ് ഞാൻ ക്രിസ്ത്യാനി അല്ലാത്തത് എന്ന് പറയുമ്പോൾ ആ അവിശ്വാസിയോട് നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കണമെങ്കിൽ അവർ ചിന്തിക്കും, ഈ ചോദ്യങ്ങളെല്ലാം നൽകിയിട്ട് ഒരു മറുപടി പോലും ഈ പറയുന്ന വ്യക്തി പറഞ്ഞില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അവരോട് സുവിശേഷം കുറച്ചുകൂടി സുതാര്യമായിട്ട് വ്യക്തതയോടെ അവതരിപ്പിക്കണമെങ്കിൽ അവർ പടുത്തുയർത്തിയിരിക്കുന്ന ഈ ചോദ്യങ്ങളുടെ മതിൽ നിങ്ങൾ നീക്കി മാറ്റണം. അപ്പോൾ അവർ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ കുറച്ചും കൂടി താല്പര്യമുള്ള ഒരാളായിരുന്നേക്കാം, അല്ലേ? ഇപ്പം നമുക്ക് നാട്ടിലൊരു മന്ത്രി, MLA കുറിച്ച് അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ ആ മന്ത്രി നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് ചിന്തിക്കും, ഇത് അഴിമതി ആരോപിതപ്പെട്ട ഒരു മന്ത്രിയാണ്, ഇയാൾ പറഞ്ഞിട്ട് ഞാൻ ഇതിന് വില കൊടുക്കണം എന്നുള്ളത്. ആ മന്ത്രി എത്രത്തോടെ, ആ MLA പൊതുപ്രവർത്തകനെയോ എത്രത്തോളം ആത്മാർത്ഥത്തോടെ വന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഇത് കിടക്കും. പത്രത്തിൽ ഇദ്ദേഹത്തോട് ചോദിച്ചു, ന്യൂസിനകത്ത് ഡിസ്കഷൻ വന്നപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ അഴിമതി ചെയ്തില്ലയോ, അത് ചെയ്തില്ലയോ, ഇതിനൊന്നും മറുപടി പറയാത്ത ആൾ എന്നോട് ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ ഞാൻ എന്തിന് ഗൗനിക്കണം എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും. അതേപോലെ നിങ്ങളൊരു അക്രൈസ്തവനോട് ചെന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവർ മനസ്സ് ചിന്തിക്കും, എനിക്ക് ഈ ചോദ്യങ്ങളുണ്ട്, ഞാൻ ഈ ചോദ്യങ്ങൾ ഈ വ്യക്തിയോട് ചോദിച്ചു, ഇതിനൊന്നും ഉത്തരം പറയാതെ അവർ ക്രിസ്തു ബൈബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിന് വില കൊടുക്കണം? അപ്പോൾ ഒരു അക്രൈസ്തവനോട് സുവിശേഷം പറയാനും നിങ്ങൾക്ക് അപ്പോളജറ്റിക്സ് പ്രയോജനപ്പെടും. ഓക്കെ, ഇനി വരുന്ന ചോദ്യം, വൈ ഷുഡ് ഐ കൺസിഡർ ദ ബൈബിൾ? ഇത് ഞാനൊരു ആർഗ്യുമെന്റ് ഫോർമാറ്റിൽ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവതരിപ്പിക്കുന്നത്. ഇഫ് ദ ബൈബിൾ ഈസ് റിലയബിൾ ആൻഡ് റെലവെന്റ്, ഇറ്റ് ഈസ് വർത്ത് കൺസിഡറിങ്. ഓക്കെ,
ബൈബിൾ റിലയബിളും റെലവൻ്റ് ആണെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ തയ്യാറായിരിക്കണം. ദ ബൈബിൾ ഈസ് റിലയബിൾ ആൻഡ് റെലവൻറ്റ്. തേർഡ് പോയിന്റ്, therefore the Bible is worth considering. അപ്പോൾ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി നിങ്ങൾ ആ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ തുറന്ന് മനസ്സ് കാണിക്കുക. ഓക്കെ, ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ ഉടനെ അടച്ചാക്ഷേപിക്കാതെ, മാറ്റി നിർത്താതെ, ഒരു കാര്യം ബൈബിളിനെ കുറിച്ച് ഒരു ചോദ്യം കേട്ടപാടെ ഒരാൾ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് മുന്നമേ അനുമാനിക്കാതെ, അസ്യൂം ചെയ്യാതെ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കുക. ഉടനെ ചിലപ്പോൾ ആ വ്യക്തി ബൈബിൾ ദൈവവചനമെന്ന് സ്വീകരിച്ചെന്ന് വരത്തില്ല, ഉടനെ ആ ബൈബിളിനെ കൈക്കൊണ്ടെന്ന് വരത്തില്ല, ഉടനെ ബൈബിൾ വായിച്ചു തുടങ്ങിയെന്ന് വരത്തില്ല. പക്ഷെ ബൈബിളിനോടുള്ള നെഗറ്റീവ് അസംപ്ഷൻസ് മാറ്റിവെച്ച് കുറച്ചും കൂടി അപ്രോച്ചബിൾ ഉള്ള മെൻറ്റാലിറ്റി സ്വീകരിക്കാൻ സാധിച്ചു തരാം. അതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന വാദം. ബൈബിൾ റിലയബിളും റെലവൻറ്റും ആണെങ്കിൽ ബൈബിളെ നിങ്ങൾ കുറച്ചും കൂടി കൺസിഡർ ചെയ്യാൻ വേണ്ടി, കുറച്ചും കൂടി വില കൊടുക്കാൻ വേണ്ടി നിങ്ങൾ സന്നദ്ധരാവണമെന്നാണ്. സോ എൻ്റെ ടോക്കിൻ്റെ മെയിൻ ഫോക്കസ് ഇത് മനസ്സിലാക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയാം വൈ ഷുഡ് ഐ കൺസിഡർ ബൈബിൾ എന്ന് പറയുമ്പം ഈ 4 പോയിന്റുകൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ സാധിച്ചേക്കാം എന്നാണ്. ഇതിൽ കൂടുതൽ പോയിന്റുകൾ ഉണ്ടായിരുന്നേക്കാം, ഈ പോയിന്റുകളിൽ ഇതിൽ കൂടുതൽ സബ് പോയിന്റ്സ് ഉണ്ടായിരുന്നേക്കാം. പക്ഷെ പെട്ടെന്ന് സമയം പരിമിതി ഉള്ളത് അത് ഒതുങ്ങി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാവുന്ന പോയിന്റ്സ് മുന്നോട്ട് വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് 4 പോയിന്റ്സ്? റിലയബിലിറ്റി വെക്കുന്ന പോയിന്റ്സ്: സയന്റിഫിക് റിലയബിലിറ്റി, ഹിസ്റ്റോറിക്കൽ റിലയബിലിറ്റി, റെലവൻസിക്കുള്ളത് വാല്യൂ റെലവൻസ്, ഹാർട്ട് റെലവൻസ്. ഇതാണ് 4 പോയിന്റ്സ്. ഹിസ്റ്റോറിക്കൽ റിലയബിലിറ്റി, ചരിത്രപരമായിട്ട് ബൈബിൾ വിശ്വസനീയമാണോ? സയന്റിഫിക് റിലയബിലിറ്റി, സയൻസ് പരമായിട്ടുള്ള കാര്യത്തിൽ, ശാസ്ത്രീയ പുരോഗതിയുടെ കാര്യത്തിൽ ബൈബിൾ റിലയബിൾ ആണോ? വാല്യൂ റെലവൻസ്, ഹാർട്ട് റെലവൻസ് നമുക്ക് കേൾക്കുമ്പോൾ സിമിലർ ആയി തോന്നി വരാം. പക്ഷേ വാല്യൂ റെലവൻസ് ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മൾ മുറുകെ പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ഓക്കെ, അതിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ബൈബിൾ കൊടുക്കുന്ന റെലവൻസി. കൂടാതെ ഹാർട്ട് റെലവൻസ്, മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും എത്ര വർഷങ്ങൾ മുന്നോട്ട് പോയാലും മനുഷ്യൻ പിന്നെയും ഒരു ഇമോഷണൽ സ്പിരിച്വൽ ബീയിങ് ആയിട്ട് തന്നെ നിൽക്കുന്നു. അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ, ജോലിയിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന സാലറി മാത്രമാണോ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ മെട്രിക്? അല്ല, അതിനപ്പുറമുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു മെയ്സോടെ 5 ഹയറാർക്കിക്കകത്ത് പറഞ്ഞതിനകത്ത് സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഐഡന്റിറ്റി ഒക്കെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം എൻഗേജ് ചെയ്യുന്ന ആൾക്കാരല്ല, അതിലപ്പുറം നമ്മൾ എൻഗേജ് ചെയ്യുന്ന നമ്മുടെ ഹൃദയത്തിന് മൂല്യമുള്ള, ഹൃദയത്തിന് വിലയുള്ള സോഷ്യൽ ബീയിങ്സ് ആണ് നമ്മൾ. അപ്പോൾ ആ രീതിയിൽ ബൈബിളിന് റെലവൻസ് ഉണ്ട്. റൈറ്റ്, ഫസ്റ്റ് റിലയബിലിറ്റി, സയന്റിഫിക് റിലയബിലിറ്റി ഭാഗമായിട്ട് ബിഗിനിങ് ഓഫ് ദ കോസ്മോസ്. ബൈബിൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ആബ്സല്യൂട്ട് ബിഗിനിങ് ആണ്. ആഷിഷ് മുമ്പ് പറഞ്ഞ പോലെ ബിഗ് ബാങ് തിയറി ഒക്കെ പിന്നീട് അത് പോയിന്റ് ഔട്ട് ചെയ്തു. ബൈബിൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ആബ്സല്യൂട്ട് ബിഗിനിങ് ആണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സ്റ്റാൻഡേർഡ് കോസ്മോളജിക്കൽ മോഡൽ, അടിസ്ഥാനപരമായിട്ട് കാണുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മോഡലും പറയുന്നത് ദി യൂണിവേഴ്സ് ഹാഡ് ആൻ ആബ്സല്യൂട്ട് ബിഗിനിങ്. എന്നാൽ ഈ പോയിന്റ് ബൈബിളിന്റെ ഭാഗമായിട്ട് എന്നും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി 1:1, 2:3, 2:4, സങ്കീർത്തനം 148:5 എന്ന് തുടങ്ങിയ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് യെശയ്യാവ് 42:5 ദൈവം സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇതുവരെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുക, ടു ക്രിയേറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം, ടു മേക്ക് സംതിങ് ഔട്ട് ഓഫ് നത്തിങ് എന്ന ഉപയോഗത്തിലാണ്. എബ്രായ ഭാഷയെക്കുറിച്ചുള്ള പ്രത്യേകത എന്ന് പറയുന്നത് വെറും 10,000 വാക്കുകളുള്ളൊരു ഭാഷയാണ്. ഇംഗ്ലീഷിൽ 1,00,000 പരം, എന്താണ് 2,00,000 പരം വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ. നമ്മുടെ ഡിക്ഷണറി ഒക്കെ അത്ര വലുതാണ്. പക്ഷേ എബ്രായ ഭാഷ 10,000 ചില്ലുവാനം വാക്കുകളുള്ളൊരു ഭാഷയാണ്. അപ്പം നിങ്ങൾക്ക് വാക്കുകൾ നിങ്ങൾ പരിമിതരാകുമ്പോൾ നിങ്ങൾക്ക് സിനോണിംസ്, നമ്മൾ പറഞ്ഞ പര്യായ പദങ്ങൾ, തിസോറസിനകത്തൊക്കെയുള്ള ഉപയോഗം കുറയും. കാരണം അത്രയും വാക്കുകളില്ല പല പല വേർഷൻസ് എടുക്കാൻ വേണ്ടി. അങ്ങനത്തെ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്നതിന് പ്രത്യേകമായിട്ടൊരു വാക്ക് കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ആകെ 10,000 വാക്കുകൾ മാത്രമുള്ള ഭാഷയിൽ സൃഷ്ടി എന്നതിന് 2-3 തരം വാക്കുകൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തോ വ്യക്തമായിട്ട് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ഇപ്പം പഴയ നിയമത്തിൽ കാണുന്നത് സൃഷ്ടി എന്നുള്ള പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഉൽപ്പത്തി 1:1, 2:3, 2:4 എന്നിവിടെയൊക്കെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച്, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് കൊടുക്കുമ്പോൾ ബറ എന്ന് പറഞ്ഞൊരു വാക്കാണ്. അതായത് ക്രിയേറ്റ് ഔട്ട് ഓഫ് നത്തിങ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുക. ഇത് ബൈബിൾ എന്നും മുന്നോട്ട് വെച്ചിരുന്ന ഒരു പോയിന്റാണ്. ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അന്നത്തെ ഗ്രീക്കുകാരുടെ മനസ്സിലാക്കലിൽ ദ യൂണിവേഴ്സ് വാസ് ഇറ്റേണൽ. അതാണ് അവർ മനസ്സിലാക്കിയത്. പ്രപഞ്ചം സൃഷ്ടിയില്ലായിരുന്നു, ആരംഭമില്ലായിരുന്നു, അനന്തമായിട്ട് ഇറ്റേണലായിട്ട് നിന്നിരുന്നതാണ് പ്രപഞ്ചം എന്നുള്ളത്. ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന ഒരു ആബ്സല്യൂട്ട് ബിഗിനിലേക്ക് ബൈബിൾ പോയിന്റ് ഔട്ട് ചെയ്തത്. ഇതിന്റെ പ്രസക്തി ആശിഷ് പറഞ്ഞു. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഐൻസ്റ്റൈൻ മുന്നോട്ട് വെക്കുന്നു. അന്ന് ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് കാലഘട്ടത്തിൽ ഈ ബിഗ് ബാങ് തിയറി പ്രൂഫായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ഐൻസ്റ്റൈൻ ഉൾപ്പെടെയുള്ളവർക്ക് തൻ്റെ ഇക്വേഷൻസ് തന്നെ ഒരു ബിഗിനിങ് ഉള്ള യൂണിവേഴ്സിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അവരുടെ ഇക്വേഷൻസിൽ അവർ വ്യത്യാസം വരുത്തി. അതായത് അന്നത്തെ അണ്ടർസ്റ്റാൻഡിങ് യൂണിവേഴ്സിന് ഒരു ബിഗിനിങ് ഇല്ല. ഒരു ബിഗിനിങ് ഇല്ല എങ്കിൽ ഒരു ബിഗിനറും ആവശ്യമില്ല, അല്ലേ? യൂണിവേഴ്സ് ഇറ്റേണൽ ആണെങ്കിൽ അതിന് തുടക്കം വേണോ? തുടക്കമില്ലെങ്കിൽ ഒരു തുടക്കക്കാരനും ആവശ്യമില്ല.
തുടക്കക്കാരന് ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിരീശ്വരവാദം മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കാം. അതുകൊണ്ട് അന്ന് നിരീശ്വരവാദം മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന സർ ഫ്രെഡ് ഹോയിലിനെ പോലുള്ള ബ്രിട്ടീഷ് ആസ്ട്രോണമർ ഒക്കെ ബിഗ് ബാങ് തിയറി എതിർത്തു. ഓർക്കണം, ഇന്ന് ബിഗ് ബാങ് തിയറിയെ വാരി അവരുടെ കുടുംബസ്വത്തായിട്ട് മുന്നോട്ട് കാണിക്കുന്ന നിരീശ്വരവാദികൾ ഫ്രെയിംവർക്കിൽ ഒരിക്കൽ ബിഗ് ബാങ്ങിനെ കർശനമായിട്ട് എതിർത്തവരാണ്. ഈ ബിഗ് ബാങ് തിയറി എന്ന തിയറിക്ക് പേര് ബിഗ് ബാങ് എന്ന് വീഴും തന്നെ സർ ഫ്രെഡ് ഹോയിൽ എന്ന നിരീശ്വരവാദി ആ തിയറിയെ കളിയാക്കിക്കൊണ്ട് ഒരു പൊട്ടിത്തെറിയോടെയാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് ചോദിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടിട്ട പേരാണ് ബിഗ് ബാങ് തിയറി എന്നുള്ളത്. അപ്പം നിരീശ്വരവാദികളും 20th സെഞ്ചുറി സ്റ്റാർട്ടിങ്ങിൽ ഗ്രീക്സ് അതിനു മുമ്പ് എല്ലാവരും മുറുകെ പിടിച്ചൊരു കാര്യമാണ് ദി യൂണിവേഴ്സ് വാസ് ഓൾവേസ് ഹിയർ. എന്നാൽ അതിനെല്ലാം കടത്തി വെട്ടിക്കൊണ്ടാണ് ബൈബിൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് പറഞ്ഞു ദി യൂണിവേഴ്സ് ഹാഡ് ആൻ ആബ്സലൂട്ട് ബിഗിനിങ്. അത് സയൻസ് ഓവർ ടൈം പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ബിഗ് ബാങ് തിയറി മറ്റെല്ലാ മോഡൽസിനെക്കാളിലും വെരിഫിക്കേഷൻ എവിഡൻസ് കാരണവും കിട്ടിയ മറ്റ് തിയററ്റിക്കൽ പ്രൂഫ് കാരണവും ഒരു റെലവൻറ്റ് പ്രൂഫായിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് സ്റ്റീഫൻ ഹോക്കിങ് ഇങ്ങനെ പറയുന്നത്, പലർക്കും സമയത്തിന് ഒരു ആരംഭം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആശയം താല്പര്യമില്ല. ബിക്കോസ് ഇറ്റ്സ് മാക്സ് ഓഫ് ഡിവൈൻ ഇൻ്റർവെൻഷൻ. ഒരു ദൈവിക ഇടപെടലിൻ്റെ ഒരു ചൊവ്വ അവിടെ ഉള്ളതുകൊണ്ട് അതിന് താല്പര്യമില്ല. അടുത്ത പോയിന്റ്, എക്സ്പാൻഷൻ ഓഫ് ദി യൂണിവേഴ്സ്. ഇത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം, അധികം ഗ്രാമാറ്റിക് സംഭവത്തിൽ നീങ്ങുന്നില്ല. ഈ യെശയ്യാവ് 40:22 അവിടെ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സ്ട്രെച്ചസ് ഔട്ട് ആൻഡ് സ്പ്രെഡ്സ് ദം ഔട്ട്. ഓക്കെ, സ്ട്രെച്ചസ് ഔട്ട് ആൻഡ് സ്പ്രെഡ്സ് ദം ഔട്ട്. പെട്ടെന്ന് പറഞ്ഞു പോവാം. ഈ വാക്കുകളെ വീണ്ടും ഓർക്കണം, 10,000 വാക്കുകൾ മാത്രമുള്ള ഒരു ഭാഷ. ഓക്കെ, സ്ട്രെച്ച് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞ 2 പ്രയോഗങ്ങൾക്ക് അവിടെ 2 ഗ്രാമാറ്റിക്കൽ യൂസേജ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ കാരണം ആദ്യം സ്ട്രെച്ച് ചെയ്തു എന്ന് പറഞ്ഞ് ഈ സ്കൈസിനെയും യൂണിവേഴ്സിനെയും റെഫർ ചെയ്യുമ്പോൾ ഒരു കണ്ടിന്യൂസ് സെൻസിലാണ് റെഫർ ചെയ്യുന്നത്. അതായത് ഇപ്പോഴും ഈ പ്രപഞ്ചം ഇതൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു, സ്ട്രെച്ച് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രയോഗം. എന്നാൽ ഇതേ വാക്യത്തിൽ തന്നെ പിന്നീട് സ്പ്രെഡ് ദം ഔട്ട് എന്ന് പറഞ്ഞ് പ്രയോഗിക്കുമ്പോൾ അവിടെ ഗ്രാമാറ്റിക്കലി കൊടുത്തിരിക്കുന്നത് ആ സ്ട്രെച്ചിങ്ങും സ്പ്രെഡിങ്ങും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രയോഗം. അപ്പോൾ ഒരേ വാക്യത്തിൽ 10,000 വാക്കുകളാൽ മാത്രം പരിമിതപ്പെട്ടൊരു ഭാഷയിൽ എക്സ്പാൻഷനെ റെഫർ ചെയ്യുന്നു, കൂടാതെ ആ എക്സ്പാൻഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് തന്നെ റെഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഭാഷ, വാക്കുകളിൽ പരിമിതിയുള്ള ഭാഷ, എവിടെ നിന്നാണ് പ്രപഞ്ചത്തിന് ആകാശവിധാനങ്ങൾക്ക് ഒരു എക്സ്പാൻഷൻ, അതായത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പാൻഷൻ, ദൈവം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ഐഡിയ വരുന്നത്? അതോടൊപ്പം എന്തുകൊണ്ട് തന്നെ ആ എക്സ്പാൻഷൻ കംപ്ലീറ്റ് ആയി എന്ന് എന്തുകൊണ്ട് പറയുന്നു? അതുകൊണ്ടാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫസേഴ്സും ആസ്ട്രോണമേഴ്സും ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഇവിടെ മറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് ദൈവം ഇപ്പോഴും പ്രപഞ്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ കോസ്മിക് എക്സ്പാൻഷനെയാണ് അവിടെ യെശയ്യാ പ്രവാചകൻ ഇൻഡയറക്റ്റ് ആയിട്ട് റെഫറൻസ് ചെയ്യുന്നത്. കൂടാതെ പ്രപഞ്ചത്തിന്റെ ഫണ്ടമെന്റൽ ലോസും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. സോ ഒരു എക്സ്പാൻഷൻ കോൺസ്റ്റന്റ്ലി നടക്കുന്നു എന്ന ഫണ്ടമെന്റൽ എക്സ്പാൻഷൻ അനിവാര്യമായിട്ടുള്ള എല്ലാ ബേസിക് ഫിസിക്കൽ ലോസും അടിസ്ഥാനം അവിടെ ഇട്ടിരിക്കുന്നു. സോ ബൈബിൾ കോസ്മിക് മറ്റെല്ലാ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് വരുന്നതിന് മുൻപ് തന്നെ ഒരു എക്സ്പാൻഡിങ് യൂണിവേഴ്സിനെ പ്രെഡിക്റ്റ് ചെയ്തു. ഒരു പ്രശസ്തമായ കോട്ട് ആർണോ പെൻസിയസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത്, ഈ ബിഗ് ബാങ്ങിനെ കുറിച്ച് തനിക്ക് ലഭിച്ചിരിക്കുന്ന ഡേറ്റ താൻ മോശയുടെ ഗ്രന്ഥങ്ങളും സങ്കീർത്തനങ്ങളും ബൈബിളും മാത്രം ഉപയോഗിച്ചിരുന്നെങ്കിൽ തനിക്ക് ബിഗ് ബാങ്ങിനെ കുറിച്ചുള്ള ഡേറ്റയും ലഭിച്ചിരുന്നേനെ. അപ്പോൾ ബൈബിളിൻ്റെ റെലവൻസ്, സയന്റിഫിക് റെലവൻസ് അത്രയും പ്രസക്തമാണ്. മുന്നോട്ട് പോകുന്നു, ദ നോൺ ഡീയിഫിക്കേഷൻ ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പഴയ നിയമം ഉൽപ്പത്തിയൊക്കെ എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ അന്നത്തെ മനുഷ്യരുടെ ചിന്താഗതിയിൽ സൂര്യൻ ദേവനാണ്, ചന്ദ്രൻ ദേവനാണ്, നക്ഷത്രങ്ങൾ ദേവനാണ്, മറ്റ് പ്ലാനറ്റ്സ് എല്ലാം ഓരോ ദേവന്മാരാണ്. മാർസ്, വീനസ്, ജൂപ്പിറ്റർ ഒക്കെ നമുക്ക് അറിയില്ല. റോമൻ മിത്തോളജിയിൽ, ഗ്രീക്ക് മിത്തോളജിയിലൊക്കെ ഈ കാണുന്ന മൂവ് എന്ന സെലസ്റ്റിയൽ ബോഡീസ് ഒക്കെ ഓരോ ദേവന്മാരായിട്ട് കാണുന്നു. ഇതിനെല്ലാം കംപ്ലീറ്റ് വിപരീതമായിട്ടാണ് അന്ന് ബൈബിൾ പറഞ്ഞ് ഇതൊന്നും ദേവന്മാരല്ല, മറിച്ച് ഇവയൊക്കെ നമ്മളെപ്പോലെ കാണുന്ന പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളാണ്. സെലസ്റ്റിയൽ ബോഡീസിനെ ദൈവിക സ്ഥാനത്ത് നിന്ന് സൃഷ്ടിയുടെ ഭാഗമാക്കി മാറ്റുന്ന അന്നത്തെ ഏക ലോക വീക്ഷണം ബൈബിളാണ്. അതിൻ്റെ കാരണം അന്ന് ആ രീതിയിൽ ഈ സെലസ്റ്റിയൽ ബോഡീസിനെ ഒരു ഡിവൈൻ സ്റ്റാറ്റസ് നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ ആസ്ട്രോണമേഴ്സിനൊക്കെ നക്ഷത്രങ്ങളുടെ ട്രജക്ടറിയും പ്ലാനറ്റ്സിൻ്റെ ട്രജക്ടറിയും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അവരൊരു ഡിവൈൻ സ്പിരിച്വൽ സ്റ്റാറ്റസിൽ ഗോളങ്ങളായിട്ടല്ലാതെ ദേവന്മാരായിട്ട് ആക്കിയിരുന്നു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് ഇന്ന് നമ്മൾ സയൻസിൽ പഠിക്കുന്ന പോലെ പഠിക്കാൻ സാധിക്കത്തില്ല. ബിക്കോസ് വൈ വുഡ് യു ട്രൈ ആൻഡ് ട്രേസ് ദ ട്രജക്ടറി ഓഫ് യുവർ ഗോഡ് വീനസ് അത് ചെയ്യുന്നു, വീനസ് യുദ്ധം ചെയ്യുന്നു, അങ്ങനെ പോകുന്ന കഥകൾ നടക്കുന്നു. പക്ഷേ വീനസിൻ്റെ ആ ഓസിലേഷനും ആ പാറ്റേണും റെവല്യൂഷനും ഒക്കെ നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കാൻ മുതിരണം? പക്ഷേ ഇന്ന് നമ്മളത് വളരെ നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് അല്ലേ. വീനസ് ഇങ്ങനെ പോകുന്നു, മാസ് ഇങ്ങനെ പോകുന്നു, ഗ്രാവിറ്റേഷണൽ ബോഡി. അതുകൊണ്ട് പല ഫണ്ടമെന്റൽ ഫിസിക്സ് നമ്മൾ നമ്മുടെ സ്റ്റഡീസിൻ്റെ ബേസിക് ഭാഗമായിട്ട് എടുത്തിരിക്കുന്നു. അതിൻ്റെ കാരണം അന്നത്തെ കോൺസെപ്റ്റ് നേരെ വിപരീതമായിട്ട് ബൈബിൾ പറഞ്ഞു, ദിസ് ഈസ് പാർട്ട് ഓഫ് ദ നാച്ചുറൽ വേൾഡ്. നിങ്ങളുടെ ചുറ്റുപാടുള്ള ലോകത്തെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതേപോലെ നിങ്ങളുടെ ആകാശങ്ങൾക്കപ്പുറം കാണുന്ന ഈ സെലസ്റ്റിയൽ ബോഡീസിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
മൂവിങ് ഓൺ, ഹിസ്റ്റോറിക്കൽ റിലയബിലിറ്റി. ഹിസ്റ്റോറിക്കൽ റിലയബിലിറ്റി ആദ്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് സിറ്റി ഓഫ് ജെറിക്കോ. നമുക്ക് വളരെ സുപരിചിതമായിട്ട് അറിയാവുന്ന ജെറിക്കോ പട്ടണം. വർഷങ്ങളായിട്ട് സ്കെപ്റ്റിക്സ് ചാലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പറഞ്ഞ സിറ്റി ഓഫ് ജെറിക്കോ ഞങ്ങൾക്ക് കാണാനില്ല. ഞങ്ങൾ ഗവേഷണം നടത്തി, ഈ പറഞ്ഞ സിറ്റി ഓഫ് ജെറിക്കോ എവിടെ? നമ്മുടെ ദൂരദർശനത്തൊക്കെ പരസ്യം വരുന്ന പോലെ ഹാ ഗോപാല എന്ത് ഈ ജെറിക്കോ പട്ടണം എന്ന് അവർ ചോദിച്ചു. എന്നാൽ ടെൽ എ സുൽത്താൻ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഈ ജെറിക്കോ പട്ടണത്തിന് അവശിഷ്ടങ്ങൾ കണ്ടെത്തി. വളരെ പ്രസക്തമായ കമ്പം. ജെറിക്കോ പട്ടണം തീയിട്ട് നശിപ്പിച്ചു അല്ലേ? ഇസ്രായേൽ മക്കൾ ചെല്ലുന്നു, ജെറിക്കോയുടെ മതിൽ വീഴുന്നു, തീയിട്ട് നശിപ്പിക്കുന്നു. അന്ന് കാലഘട്ടത്തിൽ ഗ്രെയിൻ, ധാന്യം എന്നുള്ളത് വളരെ വിലപ്പെട്ടൊരു സംഭവമാണ്. നിങ്ങൾ ചിന്തിക്കുക, ഒരു ബാങ്ക് കൊള്ളക്കാര് കൊള്ളയടിക്കാൻ കയറുന്നു, എന്നിട്ട് അവർ പൈസ ഒന്നും എടുക്കാതെ ആ ബാങ്ക് മൊത്തം കത്തിക്കുന്നു. ഇവിടെ എന്ത് വിചിത്രമായ സംഭവമാണ്! ഇത്രയും വിലപ്പെട്ട ഒരു വസ്തു ബാങ്കിനകത്ത് ഇരുന്നിട്ട് ഇവർ തീയിട്ട് നശിപ്പിക്കുന്നു. അതേപോലെ വിചിത്രമായ കാര്യമാണ്, അന്ന് കാലത്തിൽ യെരിക്കോ പട്ടണത്തിൽ ചെന്നിട്ട് അവിടുത്തെ ധാന്യം മുഴുവൻ കത്തിച്ച് കളയുക. അപ്പോൾ ഗവേഷണം നടത്തി വന്നപ്പോൾ അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ യെരിക്കോ, ഈ പറഞ്ഞ പ്രദേശത്തിലെ ധാന്യമെല്ലാം കരിഞ്ഞു കിടക്കുന്ന പരുവത്തിലുള്ള ട്രേസ് കിട്ടിയത്? അതൊരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നു. പക്ഷേ ബൈബിളിൽ ഡേറ്റ് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. കാരണം ദൈവം കൊടുത്ത കൽപ്പന അന്നത്തെ ആ പട്ടണത്തെ മുഴുവൻ നശിപ്പിച്ച് കളയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലി ആ പട്ടണം കണ്ടെത്തി. കൂടാതെ പട്ടണത്തിൽ അവശേഷിക്കുന്നൊരു ചോദ്യമുണ്ട്, വൈ ഈസ് ദ ഗ്രെയിൻ ബേൺഡ്? അതിനുള്ള എക്സ്പ്ലനേഷനും ബൈബിളിൽ നിന്ന് ലഭിക്കുന്നു. ഒരു കോട്ടുണ്ട്, വിൽ മൂവ് ഓൺ. അടുത്ത് കെൽ ഡാൻ ഇൻസ്ക്രിപ്ഷൻ. ഈ ജെറിക്കോ മതിലിനെ കുറിച്ച്, ജെറിക്കോ പട്ടണത്തെക്കുറിച്ച് തന്നെ ചരിത്രകാരന്മാർ സ്കെപ്റ്റിക്കലായിരുന്ന പോലെ അവർ സ്കെപ്റ്റിക്കലായിരുന്ന ഒരു സംഭവമായിരുന്നു ദാവീദ്. ദാവീദ് എന്ന് അങ്ങനെ ആളൊരു ജീവിച്ചിരുന്നില്ല, ദാവീദ് എന്നൊരു രാജാവില്ല, ഒരു രാജ്യമില്ല എന്നെല്ലാം, ദാവീദിനെ കുറിച്ച് യാതൊരു തെളിവില്ല, ബൈബിളും പഴയ നിയമവും മുഴുവൻ പഴങ്കഥകളാണ് എന്ന് ചരിത്രകാരന്മാരൻ ഏറെക്കാലം വാദിച്ചിരുന്നു. പക്ഷെ അതിന് മറുപടിയായിട്ട് കിട്ടിയ ഒരു ഇൻസ്ക്രിപ്ഷനാണ് ടെൽ ഡാൻ ഇൻസ്ക്രിപ്ഷൻ. അതിൻ്റെ ഫോട്ടോ നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്. ഈ ടെൽ ഡാൻ ഇൻസ്ക്രിപ്ഷനിൽ കാണുന്നത് ഒരു അരാമിയൻ രാജാവ്, ആ രാജാവ് 2 രാജ്യങ്ങളെ നശിപ്പിച്ച കാര്യം പറയുന്നു. എന്നിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം ഹൗസ് ഓഫ് ഇസ്രായേലും ഹൗസ് ഓഫ് ഡേവിഡും നശിപ്പിച്ചു എന്ന് പറയുന്നു. ഈ രേഖപ്പെടുത്തലോടെ ദാവീദ് എന്ന് പറഞ്ഞത് ഒരു ചരിത്ര പുരുഷനാണ് എന്ന് പിന്നീട് തെളിയുകയുണ്ടായി. അവർ പിടിച്ചെടുത്ത ആൾക്കാരെ തിരിച്ച് അവരെ ദേവാലയം പണയാൻ അയച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഒരാൾ പിടിച്ചെടുത്ത പ്രജകളെ, ഞാൻ നിങ്ങൾ പിടിച്ചെടുത്തു, ഇനി നിങ്ങൾ മടങ്ങിപ്പോക്കോളൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യസ്ര ഒരു പഴങ്കഥയാണ്, യസ്ര ചരിത്രപരമല്ല, ബൈബിൾ ചരിത്രപരമല്ല എന്നെല്ലാം പറഞ്ഞു. പക്ഷെ അതിന് മറുപടിയായിട്ട് ഈ സൈറസ് സിലിണ്ടറിനകത്ത് കിട്ടിയ ഇൻസ്ക്രിപ്ഷൻ കാണിക്കുന്നത് സൈറസ് രാജാവിൻ്റെ ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പനക്കകത്ത് അദ്ദേഹം പറയുന്നത്, ഞാൻ അന്നാളി പിടിച്ചപ്പെട്ട ആൾക്കാരെ തിരിച്ച് അവരുടെ ദേവന്മാരെ സ്ഥാപിക്കാൻ വേണ്ടിയും ദേവാലയങ്ങൾ പണിയാൻ വേണ്ടിയും അവരുടെ പിതൃഭൂമിയിലേക്ക് മടക്കി അയച്ചു എന്നുള്ളത്. അന്ന് ചരിത്രകാരന്മാരും പറഞ്ഞു, യസ്ര പറഞ്ഞ തെറ്റാണ്, അങ്ങനെ ആരും അയച്ചിട്ടില്ല, ബൈബിൾ തെറ്റാണ്. പക്ഷേ ചരിത്രം അത് തിരുത്തി എഴുതിയ. നെക്സ്റ്റ് സ്ലൈഡിൽ പോകുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് ഓടിച്ചു പോകുന്ന കാര്യങ്ങളുണ്ട്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ഒരാളെ ഒരിക്കലും അടക്കം ചെയ്യത്തില്ല. അവരുടെ ശരീരം ഒരു കുഴിമാടത്തിലേക്ക് എറിഞ്ഞു കളയുകയുള്ളൂ, അവരുടെ ബോഡി ഒരിക്കലും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ യോഹന്നാൻ എന്ന് പറഞ്ഞ ഒരാളുടെ എല്ലിൻ്റെ അവശിഷ്ടം, നെയിൽ പിയേഴ്സ് ബോണിൻ്റെ അവശിഷ്ടം നമുക്ക് കിട്ടി. അപ്പോൾ ക്രൂശിക്കപ്പെടുന്ന ഒരാളുടെ ശരീരാവശിഷ്ടങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കും എന്നതിന് തെളിവായി. സോഡോം ആൻഡ് ഗൊമോറ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ഫൈൻഡ് ആയിരുന്നു. സോഡോം ആൻഡ് ഗൊമോറയ്ക്ക് തെളിവില്ല എന്ന് പറഞ്ഞു. 2021 ഒരു പേപ്പർ പുറപ്പെടുവിച്ചു. ആ പേപ്പർ പറഞ്ഞത്, ഇന്ന് നമ്മൾ കാണുന്ന സോഡോം ആൻഡ് ഗൊമോറയുടെ ആ പ്രദേശത്ത്, റെഡ് സീയുടെ അടുത്ത്, ഹിരോഷിമയുടെ ആറ്റം ബോംബിനേക്കാൾ 1000 മടങ്ങ് ശക്തിയുള്ള ഒരു വിസ്ഫോടനം മുമ്പ് ഒരിക്കൽ നടന്നിരിക്കുന്നു. അതിന്റെ ഗവേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ആ പേപ്പറിന് തന്നെ പലവട്ടം അവർ പരാമർശിക്കുന്നുണ്ട്, ദിസ് കുഡ് ബി റെഫറിംഗ് ടു ദ സിറ്റി ഓഫ് സോഡോം ആൻഡ് ഗൊമോറ. ലൂക്ക് രേഖപ്പെടുത്തുന്ന ഗവർണർ ഇദ്ദേഹം ജീവിച്ചിരുന്നില്ല, ലൂക്ക് തെറ്റാന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ എക്സ്കവേഷൻ നടത്തി, അതിന് തെളിവ് കിട്ടി. ലൂക്ക് രേഖപ്പെടുത്തുന്ന ടെട്രാക്ക് ഓഫ് ലിസാനിയാസ്, ഇങ്ങനെ ഒരാളില്ല, ലൂക്ക് തെറ്റാണ്, സുവിശേഷങ്ങൾ തെറ്റാണ്, അവരെന്താ പറയുന്നത് അറിയത്തില്ല, നോൺ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു, തെളിവുകൾ കിട്ടി. പൂൾ ഓഫ് ബെത്തേസ്ത, ഇങ്ങനെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തുന്ന ആൾക്കാരുടെ പേര്, പട്ടണം, ലേക്സ്, ഇതൊക്കെ തെളിവുകൾ കിട്ടുന്നതിന് മുമ്പ് ആദ്യമേ നിരീശ്വരവാദി മെന്റാലിറ്റിയിലുള്ള ചരിത്രകാരന്മാരെ പറയും, ഇതൊന്നും ചരിത്രമല്ല, ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഹിസ്റ്റോറിക്കൽ റിലയബിൾ അല്ല, വിശ്വസിക്കുന്ന നിങ്ങളെല്ലാം മണ്ടന്മാരാണെന്ന് പറയും. പക്ഷേ സമയം മുന്നോട്ട് ചെല്ലുമ്പോൾ ഹിസ്റ്റോറിക്കൽ നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാം അത് ശരിയാണെന്ന് തെളിയിച്ചു വരുന്നു. ഇത് രണ്ടാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന പോയിന്റുകൾ, സയന്റിഫിക് റിലയബിലിറ്റി ആൻഡ് ഹിസ്റ്റോറിക്കൽ റിലയബിലിറ്റി. ഇനി വാല്യൂ റെലവൻസ്. ഇൻസ്റ്റാഗ്രാം ഞങ്ങൾ അറിഞ്ഞു വരുന്നൊരു പേജാണ് ചർച്ച് ആൻഡ് ഫെയ്ത്ത്, അല്ലെ ചർച്ച് ആൻഡ് സയൻസ്. അക്കൗണ്ട് വരുന്നത് ചർച്ച് ആൻഡ് സയൻസ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റാഗ്രാം പേജാണ് ചർച്ച് ആൻഡ് സയൻസ്. അവിടെ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് ചർച്ചും സയൻസും തമ്മിലുള്ള ബന്ധങ്ങൾ, അതിൽ സയൻസിന് മുതൽക്കൂട്ടായി നിന്ന സഭയിലെ ചില പ്രമുഖരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആർട്ടിസ്റ്റിക്കായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടന്റാണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സയന്റിഫിക് എന്റർപ്രൈസ്, നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം പാകിയത് ക്രൈസ്തവ ചിന്തയാണ്. വെറും ക്രിസ്ത്യാനികൾ ബൈബിൾ വായിച്ചിരുന്ന കുറേ ക്രിസ്ത്യാനികൾ ചുമ്മാ ചെയ്തു വന്നെന്നല്ല, മറിച്ച് അവർ ശാസ്ത്രം നമ്മളിന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ചെയ്യുന്നതിൻ്റെ കാരണം, അവരങ്ങനെ ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം അവരുടെ ഡീപ്പ് കൺവിക്ഷനാണ്. അതിന് മുമ്പ് പറഞ്ഞ പോയിന്റ് തന്നെ, ഈ
നമ്മൾ കാണുന്ന സെലസ്റ്റിയൽ ബോഡീസ് ദേവന്മാരല്ല, നാച്ചുറൽ വേൾഡിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നാച്ചുറൽ ലോകത്ത് നിങ്ങൾ എങ്ങനെ എക്സ്പെരിമെൻറ്റേഷനിലും ഒബ്സർവേഷനിലൂടെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നോ അതേപോലെ സെലസ്റ്റിയൽ ബോഡീസിനെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ള ബോധ്യം. രണ്ടാമത്, പഠനം ദൈവത്തെ മഹത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ബോധ്യം. മൂന്നാമത്, വി ആർ ക്രിയേറ്റഡ് ഇൻ ഗോഡ്സ് ഇമേജ്, നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും യുക്തിയും ഒക്കെ ഉണ്ട് എന്ന ബോധ്യം. കൂടാതെ ഈ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചതാണ്, അപ്പോൾ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊരു ഓർഡർ ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട് എന്നുള്ള ബോധ്യം. ഈ പ്രപഞ്ചം ആകസ്മികമായിട്ട് ആക്സിഡൻ്റലായിട്ട് നടന്ന കാര്യമാണെങ്കിൽ അതിൽ പാറ്റേൺ ഡിറ്റക്ട് ചെയ്യാൻ നിങ്ങൾ പോകത്തില്ല. നിങ്ങൾ ആരെങ്കിലും സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്നത് പാറ്റേൺ ഡിറ്റക്ട് ചെയ്യാൻ നിങ്ങൾ പോകുമോ? ഇല്ല, കാരണം ഇറ്റ് ഇസ് പ്യൂർലി റാൻഡം, ഇറ്റ് ഇസ് പ്യൂർലി ആക്സിഡൻ്റൽ. പക്ഷെ ചെസ്സ് കളിക്കുന്ന ഒരാളുടെ നിങ്ങൾ പാറ്റേൺ ഡിറ്റക്ട് ചെയ്യാൻ ശ്രമിക്കും, ആ മൂവ്സ് നിങ്ങൾ സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കും, കാരണം യു ബിലീവ് ദാറ്റ് ദർ ഈസ് എൻ ആക്റ്റീവ് ഏജന്റ് മേക്കിംഗ് ദോസ് സ്റ്റെപ്സ്. അതേപോലെ ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ ഈ കാണുന്ന ആകാശവിധാനങ്ങൾ, ഇവിടെ കാണുന്ന സെലസ്റ്റിയൽ ബോഡീസിൻ്റെ മൂവ്മെൻറ്റിന് പിന്നിലെല്ലാം ഒരു ഓർഡർ ഉണ്ട് എന്ന അസംഷൻ കൊണ്ടാണ് അവർ പ്രപഞ്ചത്തെയും ആകാശവിധാനങ്ങളെ പഠിക്കാൻ ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് എഡ്വിൻ ജഡ്ജ് എന്ന ഹിസ്റ്റോറിയൻ അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, സയൻസിനകത്ത് എക്സ്പെരിമെൻറ്റേഷൻ സോഴ്സസ്, നമ്മൾ റിസർച്ചിനകത്തൊക്കെ സോഴ്സസ് സൈറ്റ് ചെയ്യുന്ന ഇതെല്ലാം യെരുസലേമിൻ്റെ ലോകവീക്ഷണത്തിൽ നിന്ന്, യഹൂദന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഇത് ഉടലെടുത്തത്. നെക്സ്റ്റ് പോയിന്റ്, റോഡ്നി സ്റ്റാർക്ക് അദ്ദേഹം പറഞ്ഞു 16th 17th സെഞ്ചുറിയിലെ ലീഡിങ് സയൻറ്റിഫിക് ഫിഗേഴ്സ് അവരെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു, ഹു ബിലീവ് ഇറ്റ് വാസ് ദെയർ ഡ്യൂട്ടി ടു കോംപ്രിഹെൻഡ് ഗോഡ്സ് ഹാൻഡി വർക്ക്. അതായിരുന്നു അവരുടെ സയൻറ്റിഫിക് ഡ്രൈവിംഗ് ഫോഴ്സ്. നെക്സ്റ്റ് വൺ, ഹ്യൂമനിസം. ഈ ഹ്യൂമനിസത്തിൻ്റെ അടിസ്ഥാനം ബൈബിളിൽ കാണുന്നത് ഉൽപ്പത്തി തന്നെയാണ്. സോ ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇസ് ഓൺ ഇമേജ്, ദി ഇമേജ് ഓഫ് ഗോഡ് ഹി ക്രിയേറ്റഡ് ദം, മെയിൽ ആൻഡ് ഫീമെയിൽ ഹി ക്രിയേറ്റഡ് ദം. സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ മനുഷ്യനും, ഭൂമിയിൽ കാണുന്ന ഹ്യൂമൻ DNA ഉള്ള എല്ലാ മനുഷ്യനും തികച്ചും മനുഷ്യനാണെന്നും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഗോഡ് ഇമേജ് ബെയറേഴ്സ് ആണ് എന്നുള്ള ബോധ്യം ബൈബിൾ മുന്നോട്ട് വെക്കുന്നതാണ്. അത് അന്ന് കാണത്തെ ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ ടെക്സ്റ്റ്, ഓക്കെ, അതായത് മെസപ്പൊട്ടേമിയ, ഊർ, ഇറാഖ്, യമൻ എന്നീ പ്രദേശങ്ങളിലുള്ള അന്ന് കാലത്തെ മിത്തോളജിയിൽ ഇങ്ങനൊരു കോൺസെപ്റ്റ് ഇല്ല. കാരണം അന്ന് കാലത്ത് നിങ്ങൾ മിത്തോളജി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ പലയിടത്തും കാണുന്നത് ദേവന്മാരിറങ്ങി കൃഷി ചെയ്യുന്നു. അങ്ങനെ ഒരു ദേവമാതാവിനടുത്ത് പറയുന്നു, നമ്മൾ ദേവന്മാരല്ലേ, നമ്മൾ എന്തിന് കൃഷി ചെയ്ത് കഷ്ടപ്പെടണം. അപ്പോൾ ദേവമാതാ പറഞ്ഞു, നീ ഒരു കളിമൺ പ്രതിഭ എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരൂ, ഞാൻ അതിന് ജീവൻ കൊടുക്കാം. ആ കളിമൺ പ്രതിഭ നമ്മൾ ദേവന്മാർക്ക് വേണ്ടി അധ്വാനിക്കട്ടെ. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യന്മാർ എന്ന് ആ കാലഘട്ടത്തിലെ പല മിത്തോളജികളിൽ കണ്ടുവരുന്നു. അതിലെല്ലാം നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാൻസ് ബൈബിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ടുഡേ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്, അല്ലേ? ഹ്യൂമൻ വാല്യൂ, ഹ്യൂമൻ ഡിഗ്നിറ്റി, ഹ്യൂമൻ ലിബർട്ടി, ഇതെല്ലാം നമ്മൾ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നു. പക്ഷേ അന്ന് കാലത്തൊരു റെവല്യൂഷണറി പോയിന്റ് ആയിരുന്നു, ഓൾ ഹ്യൂമൻസ് ആർ യുണീക്ക്, ഓൾ ഹ്യൂമൻസ് ആർ ക്രിയേറ്റഡ് ഇൻ ഇമേജ് ഓഫ് ഗോഡ്. അക്രൈസ്തവനെ ടോം ഹോളണ്ട് പറഞ്ഞത്, താൻ തൻ്റെ ഹ്യൂമനിസ്റ്റ് വാല്യൂകൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇറ്റ് ലീഡ്സ് ബാക്ക് ടു ക്രിസ്ത്യാനിറ്റി. ജോഷുവ എ ബ്രനൻ അദ്ദേഹം പറഞ്ഞത്, പൗലോസിൻ്റെ റൈറ്റിങ്ങിലാണ് ഇക്വാലിറ്റി സകല മനുഷ്യർക്കും ബാധകമായിട്ടുള്ള ഒരു കോൺസെപ്റ്റായിട്ട് ആദ്യമായിട്ട് മുന്നോട്ട് വരുന്നത്. സമയപരിമിതി നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. ഡെമോക്രസി, ഇത് ഞാൻ ക്രൈസ്റ്റിലെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സെഷൻ എടുത്തപ്പോഴാണ് ഞാൻ ഈ പഠനത്തെ ആദ്യമായിട്ട് എൻകൗണ്ടർ ചെയ്തത്. ഡെമോക്രസിയുടെ ഫൗണ്ടേഷണൽ വാല്യൂസും ക്രിസ്ത്യാനിറ്റിയിലാണ് കിടക്കുന്നത്. S.H. ലെഗർ അദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞത്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സീ ഹൗ ഡെമോക്രസി കുഡ് ഹാവ് റൈസൺ ഇൻ വെസ്റ്റേൺ യൂറോപ്പ് വിത്തൗട്ട് ദി ഇൻഫ്ലുവൻസ് ഓഫ് ക്രിസ്ത്യൻ റിലീജിയൻ. ഡെമോക്രസിയുടെ ഫൗണ്ടേഷൻസ് പോലും ക്രിസ്ത്യൻ റിലീജിയനകത്ത് കിടക്കുന്നത്. കാരണം ഈ മുമ്പ് പറഞ്ഞല്ലേ, ഇക്വാലിറ്റി, ഹ്യൂമാനിറ്റി, 1 person 1 vote, എല്ലാവർക്കും വോട്ട് വേണം എന്നുള്ള ആശയങ്ങളെല്ലാം ഡെമോക്രസിയുടെ ഫണ്ടമെന്റൽസ് ആണ്. ഇതിൻ്റെ എല്ലാം റൂട്ട് എവിടെ കിടക്കുന്നത്? ക്രിസ്ത്യാനിറ്റി. സോ ഈ സബ്സ്ട്രക്ചേഴ്സിൽ നിന്ന് ബിൽഡ് ചെയ്ത് വരുന്ന എല്ലാ സബ്സ്ട്രക്ചേഴ്സിൻ്റെ റൂട്ടും ക്രിസ്ത്യാനിറ്റി ആയിരിക്കാൽ ഇതിൻ്റെ എല്ലാ റൂട്ടും ക്രിസ്ത്യാനിറ്റി ആയിട്ട് മാറുന്നു. സെക്യുലറിസം, ടോം ഹോളണ്ട് പിന്നീട് പറഞ്ഞു, ഐ തിങ്ക് ദ നോഷൻ ഓഫ് സെക്യുലറിസം ഈസ് എൻറ്റയർലി എക്സ്ക്ലൂസീവ് ടു ക്രിസ്ത്യൻ സിവിലൈസേഷൻ. അതിൽ രസകരമായിട്ടുള്ള പോയിന്റ്, നിങ്ങൾ എത്ര പേര് സായ് ദീപകിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇന്ന് ഇന്ത്യൻ കോൺഗ്രസിൻ്റെ സൈഡിൽ നിന്ന് ശശി തരൂർ ഒരു പ്രഗത്ഭ ഒറേറ്ററായിട്ട് മുന്നോട്ട് നിൽക്കുന്ന പോലെ BJP ഹിന്ദുത്വ ആശയത്തിൽ നിന്ന് മറുപടിയായിട്ട് അവരൊരാളെ മുന്നോട്ട് വെക്കുമെങ്കിൽ അത് സായ് ദീപക് ആയിരിക്കും. അദ്ദേഹം ഒരു ലോയറാണ്, തോന്നുന്നു JNUവിലാണ് അദ്ദേഹം ലോ പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു, ഇന്ന് നമ്മൾ ഇന്ത്യയിൽ കാണുന്ന സെക്യുലറിസം ക്രിസ്ത്യാനിറ്റിയുടെ മൂല്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സെക്യുലറിസമാണ്. നമുക്കിന്ന് ഇന്ത്യയിൽ ഒരു സെക്യുലറിസത്തിൻ്റെ ഈക്വാലിറ്റി വാല്യൂസ് വേണമെങ്കിൽ ക്രിസ്ത്യൻ റൂട്ടഡ് അല്ലാത്ത ഒരു ഓൾട്ടർനേറ്റീവ് സെക്യുലറിസം നമ്മൾ മുന്നോട്ട് വെക്കണം. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിന് വഴങ്ങാത്ത, ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുന്ന ശത്രുക്കൾ വരെ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന, ഇന്ന് നിരീശ്വരവാദികൾ മുറുകെ പിടിക്കുന്ന സെക്യുലറിസം ക്രിസ്ത്യൻ റൂട്ടഡ് ആണ് എന്നുള്ള കാര്യം. ഈ ഒരു കോഡ് വുഡ് സഫൈസ്. ഹ്യൂഗൻ ഹാബമാസ് എന്ന നിരീശ്വരവാദി അദ്ദേഹം പറയുന്നത്, നമ്മൾ ഈ കാണുന്ന ഇഗാലിറ്റേറിയനിസം, കളക്റ്റീവ് സോളിഡാരിറ്റി, ഇമാൻസിപ്പേഷൻ, ഹ്യൂമൻ റൈറ്റ്സ്, ഡെമോക്രസി, ഇതെല്ലാം ജുഡൈക് എത്തിക് ഓഫ് ജസ്റ്റിസിൻ്റെയും ക്രിസ്ത്യൻ എത്തിക് ഓഫ് ലവിൻ്റെയും ലെഗസിയാണ്.
ചരിത്രകാരന്മാർ, നിരീശ്വരവാദികൾ, ക്രൈസ്തവർ എല്ലാവരും ഒരുപോലെ പറഞ്ഞ കാര്യമുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ വാല്യൂസ്, ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ വേൾഡ് എല്ലാം ബിബ്ലിക്കൽ ഫൗണ്ടേഷനിൽ നിന്നും ബിബ്ലിക്കൽ ഫെയ്ത്തിൽ നിന്നും ക്രിസ്തീയ വിശ്വാസം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ നിന്നും ഉടലെടുത്തതാണ്. ആൻഡ് ദാറ്റ് ഇസ് വൈ ഐ കണ്ടന്റ് ദാറ്റ് ദി ബൈബിൾസ് വാല്യൂ റെലവൻസ് ഈസ് സോ നെസറി ടു ദ മോഡേൺ വേൾഡ്. നമ്മൾ മുറുകെ പിടിക്കുന്ന ആധുനിക മൂല്യങ്ങൾ, ആശയങ്ങളെല്ലാം ബൈബിളിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫിലിം ഷാഫ് അദ്ദേഹം പറഞ്ഞ പോലെ ഒരു വരി പോലും എഴുതാതെ ക്രിസ്തു പുരാതന ആധുനിക കാലത്തെ മഹാരഥന്മാരെക്കാളും എല്ലാം ഒരു ചലനം സൃഷ്ടിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമത്തിലാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷങ്ങളിലാണ്. ഇത്ര പ്രസക്തിയും കോളിളക്കം സൃഷ്ടിച്ചൊരു ഈ പുസ്തകത്തെ നിങ്ങൾ മിനിമം കൺസിഡർ ചെയ്യാനെങ്കിലും തുനിയണം എന്നാണ് എൻ്റെ പോയിന്റ്. ജീവിതത്തിലെ പ്രശ്നങ്ങളും ഇസ്ലാം താൻ ജീവിതകാലം മുഴുവൻ മനസ്സിലാക്കിയ മതവീക്ഷണം അതെല്ലാം തെറ്റാണെന്നുള്ള തിരിച്ചറിവ് വരുന്നു. മുഹമ്മദ് നബി എന്ന അദ്ദേഹം മാറോട് ചേർത്ത് പിടിച്ച തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഒരു ക്രൂരനാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരുന്നു. അങ്ങനെ ആകെ ചിന്താകുലനായ നബീൽ ഖുറൈശി ഖുറാൻ എടുത്ത് വായിച്ചു നോക്കി. തനിക്ക് എവിടെയും ആശ്വസിപ്പിക്കുന്ന ഒരു വാചകം എങ്ങും കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു പരിശ്രമം എന്നോണം പുതിയ നിയമം എടുത്തു. ആൻഡ് സോ ബ്ലെസ്ഡ് ആർ ദോസ് ഹു വീപ്പ് ഫോർ ദേ വിൽ ബി കംഫർട്ടഡ് എന്നുള്ള വാക്യം അദ്ദേഹത്തിന് അന്ന് തൻ്റെ ജീവിതത്തിൽ ലഭിക്കാത്തൊരു ആശ്വാസം, ഒരു സാന്ത്വനം ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ മനസ്സിലാക്കി. ആ രീതിയിൽ മനുഷ്യൻ്റെ ഹൃദയത്തോട് സംസാരിക്കാൻ കഴിവുള്ള പുസ്തകം ബൈബിളാണ്. അതിപ്പം പറയുന്ന പുതിയ നിയമത്തിൽ കാണുന്ന വാല്യൂസ് ആയാലും ഇക്വാലിറ്റിയെ കുറിച്ചുള്ള വാല്യൂസ് ആയാലും പഴയ നിയമത്തിൽ പോലും ദൈവം മുമ്പാകെ നമ്മുടെ ഇമോഷൻസ് ആയിട്ട് ഇംപെക്കറ്ററി സ്റ്റാംപ്സ് നമ്മൾ വിളിക്കും. ദൈവം മുമ്പാകെ നമ്മുടെ ഇമോഷൻസ് ആയിട്ട് അതേപടി വന്നെത്താൻ സാധിക്കും എന്നൊരു തുറന്ന ഇടമുണ്ട് എന്ന് കാണിച്ച് മനുഷ്യനെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആഹ്വാനം ചെയ്യുന്ന ഏക ഗ്രന്ഥം ബൈബിളാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന് 14-15 വാക്യങ്ങളിൽ ബിക്കോസ് വി ഹാവ് എ ഹൈ പ്രീസ്റ്റ് ഹു കൻ സിമ്പത്തൈസ് വിത്ത് us, let us therefore approach the throne of grace so that we may find help in time of trouble and need. മനുഷ്യൻ്റെ ഏത് സാഹചര്യത്തിലും മനുഷ്യന് സാന്ത്വനവും ആശ്വാസവും നൽകാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം ബൈബിളാണ്. കൂടാതെ മനുഷ്യൻ മനസ്സിലാക്കുന്ന ചില ഹാർഡ് വാല്യൂസ്, മുമ്പ് പറഞ്ഞ വാല്യൂസ് അല്ല, മറിച്ച് നമ്മൾ ജീവിതത്തിൻ്റെ ധാർമ്മികതയുടെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ട് വരുന്ന വാല്യൂസിനും ഫൗണ്ടേഷൻ കൊടുക്കുന്ന ബൈബിളാണ്. ഇപ്പോൾ സെക്സിൻ്റെ കാര്യം പറഞ്ഞാൽ ബൈബിൾ ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യമുണ്ട്. ഗോഡ് ക്രിയേറ്റഡ് സെക്സ്, ഇറ്റ്സ് മെന്റ് ഫോർ പ്ലഷർ, ഇറ്റ്സ് മെന്റ് ഫോർ റീപ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ് ഇസ് മെന്റ് ടു ബി ഹാവൻ വിത്തിൻ ദി കൺഫൈൻസ് ഓഫ് മാരേജ് എന്നുള്ളത്. നമുക്ക് ഇന്നത്തെ ആൾക്കാർ പറയും നോ സെക്സ് ഇസ് പ്യൂർലി ഫിസിക്കൽ, അത് ഫിസിക്കലായിട്ടുള്ള കാര്യമാണ്, അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നൊക്കെ. പക്ഷേ ഇതേ ഇവർ തന്നെ സമ്മതിക്കും സെക്ഷൽ അസോൾട്ടും ഫിസിക്കൽ അസോൾട്ടും തമ്മിൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട്. ഇഫ് സെക്സ് ഇസ് പ്യൂർലി ഫിസിക്കൽ, സെക്ഷൽ അസോൾട്ടും ഫിസിക്കൽ അസോൾട്ടും ഒരേപോലെ ആയിരിക്കണം. ആണോ? ഒരിക്കലുമല്ല. That shows that there is something more to sex than just the physical side of it. ഞാൻ അടുത്തിടയ്ക്ക് ഇൻസ്റ്റാഗ്രാം വഴി വന്നപ്പം എന്നെ ഞെട്ടിച്ചൊരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. എയിൽ ആപ്പ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ആപ്പ്. അപ്പോൾ ആ ആപ്പിനകത്ത് അവരുടെ മെയിൻ സെല്ലിംഗ് പോയിന്റ് ആയിട്ട് മുന്നോട്ട് വെക്കുന്നത് അവർ പറയുന്നത് ഇന്ന് എല്ലാവരും ഹുക്കപ്പ് കൾച്ചറാണ്. No one is looking to maintain a relation with anyone. No one is willing to be serious or commitment. പക്ഷേ എയിൽ ആപ്പിൻ്റെ പ്ലാറ്റ്ഫോമിൽ അങ്ങനെയല്ല. പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ ജെന്യുവൻ റിലേഷൻഷിപ്പ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സെക്യുലർ ലോകത്ത് മനസ്സിലാക്കി വന്നിരിക്കുന്നു ദ ഹുക്കപ്പ് കൾച്ചർ ഓഫ് ദിസ് വേൾഡ്, സെക്സിനെ പ്യൂർലി ഫിസിക്കലായിട്ട് ഒരു വൺ ടൈം ഇവൻ്റ് ആയിട്ട് കണ്ടിരിക്കുന്ന വീക്ഷണം മനുഷ്യൻ്റെ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്കും മറ്റെല്ലാം വിപരീതമായിട്ട് പോകുന്ന കാര്യമാണെന്ന് ഇന്ന് സെക്യുലർ ലോകം മനസ്സിലാക്കി. പക്ഷേ ഇത് മുന്നമേ ബൈബിൾ അതിനെതിരെ വാർണിംഗ് കൊടുത്തിരുന്നു. മാരേജിൻ്റെ കാര്യത്തിനകത്ത് ദ ബൈബിൾ ഇസ് വെരി ക്ലിയർ ഓൺ ഹൗ മാരേജ് ഇസ് സപ്പോസ് ടു ബി. ഫിലിപ്പിയൻ ലേഖനത്തിനകത്ത് കർത്താവ് പൗലോസ് രേഖപ്പെടുത്തുമ്പോൾ ഹി സേസ് ഹസ്ബൻഡ്സ് ലവ് യുവർ വൈഫ് ആസ് ക്രൈസ്റ്റ് ലവ് ദ ചർച്ച്. കർത്താവ് സഭയെ എങ്ങനെ സ്നേഹിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്സ്ട്രീം ഫോം ഓഫ് ലവ്, അല്ലേ? സാക്രിഫിഷ്യൽ ആയിട്ടുള്ള എക്സ്ട്രീം സെൽഫ്ലെസ് ലവ്. ആ സ്നേഹത്തിൽ ഊന്നി നിന്ന് വേണം മാരേജ് നിലനിൽക്കേണ്ടത് എന്ന് ബൈബിൾ പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ച് നോക്കാം, ഏതൊരു മാരേജ് എടുത്ത് തകർന്ന് തരിപ്പണ കിടക്കുന്ന ഒരു മാരേജിൽ ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വോണ്ട് ദാറ്റ് മാരേജ് ഫിക്സ് ഇറ്റ് സെൽഫ്? ആ മാരേജിൽ നഷ്ടപ്പെട്ട തിരിച്ചറിയത്തില്ലേ? ആ മാരേജിൽ വന്ന മുറിവുകൾ ഉണങ്ങത്തില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഈ ഫൗണ്ടേഷൻ പ്രിൻസിപ്പിളിൽ മാത്രമേ ഒരു ട്രാൻസാക്ഷനായിട്ട് കാണാതെ ഒരു കമ്മിറ്റ്മെൻറ്റോടെ ഗോഡ് സെൻറ്റേഡ് ആയിട്ടുള്ള മാരേജ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ബൈബിൾ എല്ലാ കാലത്തും സ്ഥാപിച്ചു. അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ആധുനിക മനുഷ്യൻ ജസ്റ്റ് ഒരു ലീഗൽ പാർട്ണർഷിപ്പായിട്ട് കാണുന്നു, ഓപ്പൺ എൻഡ് മാരേജ് ആയിട്ട് കാണുന്നു, കപ്പിൾ നിന്ന് പകരം എണ്ണം കൂടുന്നു, പോളിഗമി അങ്ങനെ അതിലേക്കെല്ലാം മാറുന്നു. ആൻഡ് നൗ ഇറ്റ് ഈസ് ഹാവിങ് ഇസ് ഇൽ എഫക്ട്സ് ബാക്ക് ഓൺ സൊസൈറ്റി. ബട്ട് ദ ബൈബിൾ വാസ് ഓൾവേസ് ക്ലിയർ. മാരേജിൽ പോലുള്ള കാര്യങ്ങൾ, സെക്സ് പോലുള്ള കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ ഇറ്റ് ക്യാൻ ഹേർട്ട് അവർ ഹാർട്ട്. അതിൽ നിന്ന് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി ബൈബിൾ എല്ലാ കാലത്തും പ്രോവർബ്സ് ആയാലും അതിന് മുൻപ് എല്ലാം വാർണിംഗ്സ് കൊടുത്തുകൊണ്ടിരുന്നു. ആൻഡ് ഇൻ ദാറ്റ് വേ the Bible was commanding us, directing us, advising us to safeguard the heart. പേരൻറ്റിങ്ങിൻ്റെ കാര്യമായി കഴിഞ്ഞാൽ നമുക്കിന്ന് കാണുന്ന സ്റ്റഡീസ് കാണിക്കുന്നത് ഒരു മാരീഡ് ഫാമിലിയിൽ വളർന്നു വരുന്ന കുട്ടികൾ പോവേർട്ടിയിൽ കടന്നു പോകുന്നതിന് 82% മറികടന്ന് നിൽക്കും. ദേ ഹാവ് ലെസ് ചാൻസ് ഓഫ് അണ്ടർഗോയിങ് പോവർട്ടി ഇഫ് ദേ ആർ റേസ്ഡ് അപ്പ് ഇൻ എ മാരീഡ് ഫാമിലി. അമ്മയില്ലാത്ത ടീനേജ് ബോയ്സ് വളർന്നു വന്നു കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് ഹയർ ലെവൽസ് ഓഫ് അഗ്രഷൻ ആൻഡ് ലെസർ എബിലിറ്റി ടു കോൺഫിഡൻ്റ്ലി എൻ്റർ ഇൻ ടു സോഷ്യൽ സിറ്റുവേഷൻ.
ബൈബിൾ മുന്നോട്ട് വെക്കുന്നത് മാരേജ്, ബൈബിൾ മുന്നോട്ട് വെക്കുന്ന പാരന്റിങ് മോഡൽസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫുള്ള ജെൻഡർ ഡിഫറൻഷ്യേറ്റ് ആയിട്ടുള്ള ഒരു പാരന്റിങ് മോഡലാണ്. ഇന്നത്തെ സോഷ്യോളജിക്കൽ സ്റ്റഡീസ് എല്ലാം മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ്. ദാറ്റ് the best impact that a child can receive is when he or she has both the father and the mother. ഈ പ്രിൻസിപ്പിളാണ് ബൈബിൾ എല്ലാ കാലത്തും മുൻവെട്ടത്. അതിനെ അട്ടിമറിക്കാൻ ആദ്യ മനുഷ്യൻ നോക്കി. പക്ഷെ ഇന്ന് അതിൻ്റെ പരിണിത ഫലം ഇന്നത്തെ സൊസൈറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡേവിഡ് പോപ്പാണ് എന്ന സോഷ്യോളജിസ്റ്റ് പറയുന്നത്, the burden of social science evidence supports the idea that gender differentiated parenting is important for human development and the contribution of fathers is unique and irreplaceable. ഈ രീതിയിലുള്ള പോയിന്റുകളെല്ലാം ബൈബിൾ മുന്നോട്ട് വെച്ചു. കൂടാതെ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റ് കൂടിയുണ്ട്, അവർ ഐഡന്റിറ്റി. നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? ഞാൻ ആരാണ്? ആം ഐ ഡിഫൈൻഡ് ബൈ മൈ പാസ്റ്റ്? ആം ഐ ഡിഫൈൻഡ് ബൈ മൈ മിസ്റ്റേക്സ്? എനിക്ക് ഇതിൽ നിന്ന് റിഡംഷൻ ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ, ചെയ്തു വന്ന തിന്മകൾ, തെറ്റുകൾ, എനിക്ക് കൈവിട്ടു പോയ അവസരങ്ങൾ, ഇതൊക്കെ മുറുകെ പിടിക്കാൻ സാധിക്കുമോ? വാട്ട് ഈസ് മൈ പേർപ്പസ്? വാട്ട് ഈസ് മൈ മീനിങ് ഇൻ ലൈഫ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലൈഫ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം തുടക്കം മുതലേ നമ്മുടെ ഐഡന്റിറ്റി ഒരു മനുഷ്യനും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം അണ്ടർഗേർഡ് ചെയ്തുകൊണ്ടാണ് ബൈബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആധുനിക മനുഷ്യൻ ഇപ്പോൾ റീഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഇതിനെല്ലാം തള്ളിക്കളഞ്ഞു പോയ ആധുനിക മനുഷ്യൻ ഇപ്പോൾ അതിനെല്ലാം റീഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ ഐഡന്റിറ്റിക്ക് ഉത്തരം നൽകാൻ ബൈബിളിന് സാധിക്കും. അവസാനമായിട്ട് ജസ്റ്റിസ്, ക്രൂഷ്യൽ കാണുന്ന സാൽവേഷൻ്റെ ജസ്റ്റിഫിക്സ് മോഡൽ മുതൽ നമ്മൾ എല്ലാ മനുഷ്യരും ഇൻജസ്റ്റിസ് ചെയ്യുന്നതാണ് എന്നുള്ള പോയിന്റ് വരെ ബൈബിൾ ജസ്റ്റിസിൻ്റെ ഒരു ഹോൾസം ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പിക്ചർ മുന്നോട്ട് വെക്കുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ കാൾ മാർക്സിൻ്റെ ഐഡിയോളജി മുതൽ ഇന്നത്തെ സോഷ്യൽ ജസ്റ്റിസ് വാരിയേഴ്സിൻ്റെ ഐഡിയോളജി കാണുന്ന ഒരു സംഭവമുണ്ട്. അവരെല്ലാം ചിന്തിക്കുന്നത് അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളതാണ്. അവർ ചിന്തിക്കുന്നത് ഞാനൊരു കാര്യത്തിൽ കാണുന്ന ഇൻജസ്റ്റിസിനെതിരെ ഞാൻ കച്ച കെട്ടി ഇറങ്ങുന്നു, അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുന്നു. പക്ഷേ ഐ ആം പെർഫെക്റ്റ്, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, എൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയുമില്ല എന്ന ഒരു അസംഷനിലേക്കാണ് ഇറങ്ങിത്തീരുന്നത്. അപ്പം നമുക്കെല്ലാം അറിയാം അങ്ങനെ ഒരിക്കലും സാധിക്കത്തില്ല. ഞാൻ നീതിമാനാണ്, ഞാൻ തികഞ്ഞവനാണ് എന്ന് ചിന്തിക്കുന്നവർക്കെല്ലാം അതിൻ്റെ മറുപടിയായിട്ട് അവരുടെ ജീവിതത്തിൽ തന്നെ അവർ അനീതി കാണിക്കും, അവർ തിന്മ കാണിക്കും, അവർ തെറ്റ് കാണിക്കും. എന്നാൽ ഈ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം ബൈബിൾ പൗലോസിൻ്റെ ലേഖനങ്ങളത് എല്ലാം വ്യക്തമായിട്ട് സ്ഥാപിച്ച് കാണിക്കുന്നു. ദാറ്റ് we have all sinned and all have fallen short of the glory of God. നമ്മളെല്ലാവരും തെറ്റുകാരാണ്, നമുക്കെല്ലാം ഒരുപോലെ റിഡംഷനും സാൽവേഷനും ആവശ്യമാണ്. അപ്പോൾ ഒരു പ്രോപ്പർ സെൻസ് ഓഫ് ജസ്റ്റിസ്, ഒരു ആങ്കറും ജഡ്ജ്മെൻറ്റും എല്ലാം ഉൾക്കൊള്ളുന്ന, എന്നാൽ അതേസമയം സ്നേഹവും കൃപയും കരുണയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജസ്റ്റിസ് മോഡൽ മുന്നോട്ട് വെക്കുന്ന ബൈബിളാണ്. ബൈബിൾ ജസ്റ്റ് ഒരു മോഡലായിട്ട് മാത്രം മുന്നോട്ട് വെക്കില്ല, നമ്മളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. നമുക്കിന്ന് മനസ്സിലാക്കും, നമ്മൾ ഇന്നത്തെ ഈ ക്രിസ്ത്യൻ കൺവിക്ഷനോട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലോകത്ത് കാണുന്ന ജസ്റ്റിസ് നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങൾ, ലോകത്ത് ഇൻജസ്റ്റിസും ഈവിളും അധികമായിട്ട് വാഴുന്ന സ്ഥലങ്ങളിൽ we realize that we can speak to it with a clarity. We realize that we can speak to it with a very specific purpose. അതിൻ്റെ കാരണം നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്ന ജസ്റ്റിസിൻ്റെ കോൺസെപ്റ്റാണ്. ആൻഡ് മൈ ലാസ്റ്റ് പോയിന്റ് ഇസ് ദിസ് ടു ആൻ ഏത്തിസ്റ്റ് വിൽ യു കൺസിഡർ ദ ബൈബിൾ? നമ്മൾ കണ്ട 4 പോയിന്റ് ഇതാണ്. ദ ബൈബിൾ ഇസ് സയൻറ്റിഫിക്കലി റിലയബിൾ, ഇറ്റ് ഇസ് ഹിസ്റ്റോറിക്കലി റിലയബിൾ, and it is relevant in value to this modern age, and it has a relevance to our heart this modern age. അങ്ങനെയാണെങ്കിൽ will you be willing to just consider the Bible? ബൈബിൾ പറഞ്ഞ പോയിന്റ്, ബൈബിൾ എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് വായിക്കാൻ, എന്ന് കേൾക്കാൻ നിങ്ങൾ സജ്ജരാകുമോ എന്നുള്ളതായിരിക്കും ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു നിരീശ്വരവാദി സുഹൃത്തുണ്ടെങ്കിൽ, അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ നിരീശ്വരവാദി സുഹൃത്തുക്കളോട് ചോദിക്കാൻ കഴിയാവുന്ന ചോദ്യം.